إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفخه بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖീങ്ങളിലും മുഖ്ലിസീങ്ങളിലും മുഅ്മിനീങ്ങളിലും നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യർ പൊതുവെ കടം പറയാൻ മടിയില്ലാത്ത ആളുകൾ. പരസ്പരം നീണ്ടുപോകുന്ന കടബാധ്യതകൾ പലപ്പോഴും പല ബന്ധങ്ങൾക്കും വിള്ളലുകൾ വരെ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും മനുഷ്യനും റബ്ബുമായുള്ള ബന്ധത്തിൽ കടങ്ങളേറെ ആയുസിന്റെ ദൈർഘ്യമനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം കൂടുന്നവരും കുറയുന്നവരുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ കുറഞ്ഞുപോയി നാളെ പരലോകത്ത് വിഷമം പറയുന്ന, അല്ലെങ്കിൽ റബ്ബിലേക്ക് മടക്കപ്പെടുമ്പോൾ റബ്ബിനോട് പ്രയാസം പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് ആമുഖമായി ഓതി വെച്ച വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു. റബ്ബേ, എന്നെ ഒന്ന് മടക്കിക്കൊണ്ടുതാ,
അല്ലെങ്കിൽ എന്നെ ഒന്ന് മടക്കി തരയണമേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ചു പോയ, ഞാൻ ചെയ്യാതെ വിട്ടുപോയ കർമ്മങ്ങൾ സ്വാലിഹായിക്കൊണ്ട്, സൽക്കർമ്മങ്ങളായിക്കൊണ്ട് ചെയ്യാൻ എനിക്ക് കഴിയുന്ന അവസ്ഥയിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു മടക്കി തരണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കല്ലാ ഇന്നഹാ ഹുവ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് പറയുന്നവൻ വെറും വർത്തമാനം പറയുന്ന വാചകമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസുൻ, അവർക്ക് പിന്നിൽ ബർസഖിയായ ഒരു ലോകം, അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ ഉണ്ടാകുമെന്ന്. ഒന്ന് മടക്കിയാൽ വീണ്ടും തിരിച്ചു വന്ന് നമ്മുടെ ജനാസ ഖബറിലേക്ക് വെച്ചതിന് ശേഷം തിരിച്ചു മടങ്ങി വന്ന് അമലുകൾ ചെയ്യാമെന്ന്. പ്രിയമുള്ള, ഒരിക്കലും നമുക്ക് കഴിയാത്ത ഒന്നാണത്. ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ജീവിതത്തിൽ പലപ്പോഴും ചെയ്യാതെ വിട്ടുപോകുന്ന മനുഷ്യരാണ് മരിച്ചതിന് ശേഷം റബ്ബിനോട് പ്രയാസങ്ങൾ പറയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ നമുക്ക് സൂക്ഷ്മതയുണ്ടാകണം. ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഷൂറ കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി മെഡിക്കൽ കോളേജിനടുത്തുള്ള CH സെന്ററിൽ പോകാനിടയായി. അവിടെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു 18 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ മുസല്ലയിൽ നിലംപതിച്ച് കിടക്കുകയാണ്. നിലംപതിച്ചങ്ങ് വീണുപോകുകയാണ്. കണ്ടാൽ സങ്കടം തോന്നുന്ന അവസ്ഥയിലേക്ക് അവൻ കിടക്കുന്നു. പിന്നീട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് കാര്യം അന്വേഷിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ആ ചെറുപ്പക്കാരൻ തൻ്റെ ശരീരത്തിൽ വന്ന പ്രയാസത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ രോഗബാധിതനായി കിടക്കുന്ന ആ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടുന്നതിന്റെ ഫലമായിട്ട് ചികിത്സയിലായി. ക്യാൻസർ പേഷ്യന്റാണ്. ആ രോഗം അതിന്റെ ചികിത്സയുടെ ഭാഗമായി കീമോ കഴിഞ്ഞ് വന്ന് മഗ്‌രിബിനെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പള്ളിയിലേക്ക് കയറുക. രോഗിയാണ്, പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന്റെ രോഗം ശിഫയാക്കുമാറാകട്ടെ. അപ്പോൾ ആ രോഗാവസ്ഥയിലും മുസല്ലയിലേക്ക് വരാനും നമസ്കരിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കാനും ഒക്കെ അത്തരം യുവാക്കൾ സന്നദ്ധരാകുന്നു എന്നത് തന്നെ അത്ഭുതമാണ്. നമുക്ക് ആരോഗ്യമുണ്ട്, ശാരീരികമായ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങൾ എത്രത്തോളം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ബന്ധിപ്പിച്ചു നിർത്തുന്നു എന്നുള്ളത് ഏറെ ചിന്തനീയമായ വിഷയമാണ്. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കണം പ്രിയമുള്ളവരെ. എന്നാൽ ആസ്വാദനത്തിന്റെ ഭാഗമായി നമ്മൾ കിടന്നുറങ്ങാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജഅൽനാ നൗമകും സുബാത എന്ന്. നിങ്ങൾക്ക് വിശ്രമമായിട്ടാണ് നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നൽകിയത്. പക്ഷെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ വിശ്രമ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസഘട്ടങ്ങൾ കഴിഞ്ഞ് നമ്മൾ തന്റെ വിരിപ്പിലേക്ക് എത്തി ഉറങ്ങിയതിന് ശേഷം ഉറക്കത്തിൽ നമ്മൾ അതിൽ നിന്ന് വെടിഞ്ഞ് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ, ഉറക്കത്തിനേക്കാളും ശ്രേഷ്ഠമാണ് നിനക്ക് നമസ്കാരം മനുഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എത്ര ആളുകൾ സുബ്ഹി നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടത്. ഉറക്കിൽ നിന്ന് ഉണരാൻ പഠിപ്പിക്കപ്പെട്ട സമയമുണ്ട്. ഉറങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്രമം പഠിപ്പിച്ചെങ്കിൽ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് നമസ്കരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് വന്ന് സുബ്ഹ് നമസ്കരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഈമാൻ ഉയർന്നു വരണം. അതൊരു നിഅമത്താണ്. ആ നിഅമത്തിനെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള കർമ്മമാണ് നമസ്കാരങ്ങളെന്ന്. ആ നമസ്കാരത്തിൽ തന്നെ ഏറെ പ്രിയങ്കരമായ ഒന്നാണ് സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കലും സുബ്ഹി നമസ്കാരത്തിൽ പങ്കെടുക്കലും ഒക്കെ. നമ്മൾ മുമ്പ് ഒരു ഖുത്ബയിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്നാൽ മറ്റു നമസ്കാരങ്ങൾ നമ്മിൽ പലരും വളരെ സൂക്ഷ്മമായി നിർവഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ പള്ളികളൊക്കെ എടുത്തു നോക്കിയാൽ പലപ്പോഴും സുബ്ഹിന്റെ ജമാഅത്തിന് ആള് കുറവാണ്. നമ്മുടെ ഒരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. വിശുദ്ധ ഖുർആൻ വസ്തുബിർ ലിഇബാദതിഹി, നിന്റെ ഇബാദത്തിൽ നീ ക്ഷമ കൈക്കൊള്ളണം. അള്ളാഹുവിനുള്ള ആരാധനയിൽ ക്ഷമയോടെ നീ ഉറച്ചു നിൽക്കണമെന്ന്. പോയി അല്പ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. രാവിലെ എഴുന്നേറ്റ് വരാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. ഏതൊരു കർമ്മവും ഏത് ദിശയിലേക്ക് തിരിഞ്ഞു വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? മറ്റു കർമ്മങ്ങളെല്ലാം ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം ഏത് സ്ഥലത്തേക്ക് നമുക്ക് തിരിഞ്ഞ് ചെയ്യാം.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്തായ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് പരിശുദ്ധമായ ഹറമിലേക്ക് തിരിഞ്ഞ് ഖിബ്ലയെ അഭിമുഖീകരിച്ചാണ്. മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ബാക്കി എല്ലാ കർമ്മങ്ങളും ദുനിയാവിൽ വെച്ച് അല്ലാഹു നിർബന്ധമാക്കി. വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി പഠിപ്പിച്ചു കൊടുത്ത ആരാധനാക്രമമാണ് നമസ്കാരം. ഒരു മനുഷ്യന്റെ ആകാശ ആരോഹണം കൂടെയാണ്. അവൻ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി, റബ്ബിലേക്ക് നെഞ്ചത്ത് കൈവച്ച്, റബ്ബിനെ സാക്ഷി നിർത്തി, നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് സാക്ഷ്യം വഹിച്ച് അങ്ങനെ പറയുന്ന ഫാത്തിഹ മുതൽ തുടങ്ങുന്ന, അല്ലെങ്കിൽ വജ്ജഹത്ത് മുതൽ തുടങ്ങുന്ന, അല്ലാഹുമ്മ ബാഇദ് ബൈനി മുതൽ തുടങ്ങുന്ന വലിയൊരു ഇബാദത്താണ് നമസ്കാരങ്ങൾ. അതുകൊണ്ട് ആ നമസ്കാരത്തിൽ, പ്രത്യേകിച്ചും സുബ്ഹിന്റെ നമസ്കാരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഓരോരുത്തരും. സുബ്ഹ് നമസ്കരിക്കാൻ കഴിയുന്ന വലിയൊരു തൗഫീഖാണ്. സുബ്ഹ് നിർവഹിച്ചാൽ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ നേട്ടങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാകുന്നത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കി, ഇന്ന വഖതഹാ മുബാറകുൻ വസ്വലാത്തുഹാ മശ്ഹൂദത്തുൻ. സുബ്ഹ് നമസ്കാരം എന്നത് അത് അനുഗ്രഹപൂർണമാണ്, മുബാറക. മാത്രമല്ല അതിലെ നമസ്കാരം അത് സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഒന്നാണ്. മഹാനായ ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. നിങ്ങൾ നിരീക്ഷിക്കാനായിട്ട് രാവിലും പകലിലുമായി മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവർ അസ്ർ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയത്തും സുബ്ഹിന്റെ ജമാഅത്തിന്റെ സമയത്തും നമ്മളെ അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മുടെ അടുക്കൽ വരുമെന്ന്. നിങ്ങൾ ഉറക്കിലേക്ക് വീഴുമ്പോ ആ മലക്കുകൾ ആകാശത്തേക്ക് കയറിപ്പോകും. അള്ളാഹുവിനെ അറിയാമെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടായി അന്വേഷിക്കും നമ്മളെ കുറിച്ച്. കൈഫ തറക്തും ഇബാദി, എന്റെ അടിമ, ഇന്ന മനുഷ്യൻ, ആ ഇന്ന വ്യക്തി, അവരെ നിങ്ങൾ എങ്ങനെയാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടത്? അവർ പറയുമത്രേ, അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഫയഖൂലുന തറക്നാഹും വഹും യുസല്ലൂന വഅതൈനാഹും വഹും യുസല്ലൂന. അവരെ ഞങ്ങൾ ഉപേക്ഷിച്ചു വന്നത് അവർ നമസ്കരിക്കുന്നവരായി കണ്ടുകൊണ്ട്, അവരിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോഴും വഹും യുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരായിരുന്നു. സുബ്ഹിയിലും പള്ളിയിലുണ്ടായിരുന്നു, അസ്റിന്റെ ജമാഅത്തിലും ഒക്കെ ഒരു പള്ളിയിൽ പങ്കെടുക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്നു. ആരാ? മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുബ്ഹിന്റെ നമസ്കാരം, അതുപോലെ തന്നെ അസ്റിന്റെ ജമാഅത്ത്, ഇതെല്ലാം നമ്മൾ ഏറെ ശ്രദ്ധയോടെ ആഗ്രഹത്തോടു കൂടി വന്ന് നിർവഹിക്കാൻ കഴിയും. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം ഓതി, ഇന്ന ഖുർആന അൽ ഫജ്രി കാന മശ്ഹൂദ, ഇന്ന ഖുർആന അൽ ഫജ്രി കാന മശ്ഹൂദ. ഫജ്റിലെ ഖുർആൻ പാരായണം എന്നത് അത് സാക്ഷിയാണ് എന്നാണ്. അതായത് സുബ്ഹി നമസ്കാരം എന്നത് അല്ലാഹുവിൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന ഒന്നാണ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന ഈ സുബ്ഹി നമ്മൾ വെടിയാൻ പാടില്ല. ഒരു സുബ്ഹ് നമസ്കാരം മുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉള്ളിലൊരു തട്ടലുണ്ടാകണം. എന്റെ ജമാഅത്ത് നഷ്ടമായി, വല്ലാത്തൊരു പ്രയാസം തോന്നണം. അതാണ് ഈമാനിന്റെ ഒരു അടയാളം എന്നത്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടു, ഒരാൾ സുബ്ഹി നമസ്കാരം നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി എന്ന്, അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഒരു മനുഷ്യന് കിട്ടുന്ന സുബ്ഹി നമസ്കാരത്തിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരാണോ സുബ്ഹി നമസ്കാരം നിർവഹിക്കുന്നത്, ഫീ ജമാഅത്തിൻ, ജമാഅത്തായി നമസ്കരിക്കുന്നത്, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാഹിന്റെ സംരക്ഷണം പ്രത്യേകമായി ഉണ്ടാകുമെന്ന്, ഒരു പ്രയാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടി നീക്കുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കിയത് ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് പ്രയാസങ്ങളെ തൊട്ട് സംരക്ഷണം നൽകുന്ന അമലാണ് സുബ്ഹിന്റെ ജമാഅത്ത് എന്ന്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഫഅലമു സ്വലാത്തുൻ ഫിൽ യൗമി യുസല്ലിഹാ ഹിയ സ്വലാത്തു സുബ്ഹ്. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ശ്രേഷ്ഠമായത് സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കലാണ്. വഅലമു സ്വലവാതു ഹിയ അല്ലതി തുഖാമു വദ്ദുനിയ, അത് ദുനിയാവിൽ നിലകൊള്ളുന്ന ഒന്നാണ്. നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി നിലകൊള്ളുന്ന ഒന്നാണ്. കാരണം മുസ്ലിമത്തുൻ, അത് ഒരല്പം ഇരുളുള്ള സമയത്താണ് നിർവഹിക്കപ്പെടുന്നത്. വഹിയ ശിദ്ദത്തുൽ ബർദ്, ആ സമയത്ത് നല്ല തണുപ്പുണ്ടാകും. ഇത് യത്റുഖുൽ ഇൻസാനു ഫിറാശഹു, മാത്രമല്ല അവരേറ്റവും പ്രിയങ്കരമായി
അവൻ ആസ്വദിച്ചുറങ്ങുന്ന അവന്റെ ഉറക്കത്തിൽ നിന്ന്, അവന്റെ വിരിപ്പിൽ നിന്ന് അവൻ എഴുന്നേറ്റ് വരുന്ന സമയമാണ് സുബ്ഹ് നമസ്കാരം എന്നത്. അല്ല, ഏറെ സുഖം പറ്റിക്കിടക്കുന്ന സമയം. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവൻ എങ്ങനെ പുറപ്പെട്ട് പോകുന്നത് ആ സമയത്താണ്. അതുകൊണ്ടാണ് മുസല്ലിയൻ, അവൻ പള്ളിയിൽ വന്ന് നമസ്കരിക്കുക. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അത്രയും കാര്യങ്ങൾ ത്യജിച്ച് അവൻ ആസ്വദിച്ച് കഴിയുന്ന ഒരു സമയത്ത് നിന്ന്, അല്ലെ അവൻ ഏറ്റവും പ്രയാസമുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് അവനവന്റെ ശരീരത്തെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരിക എന്നത് അത്ഭുതം നിറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അത് അള്ളാഹിനോട് ഇഷ്ടമുള്ളത് കൊണ്ട്, അല്ലെ അള്ളാഹിനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അള്ളാഹിനോട് ഇഷ്ടമുള്ള ആളെ എഴുന്നേറ്റ് വരാൻ തൗഫീഖ് ഉണ്ടാവും. അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അന്നല്ലാഹ അൽ മഅന, ഇതിന്റെ ആശയം എന്ന് പറയും അന്നല്ലാഹ സുബ്ഹാനഹു യൽമനുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചേർത്ത് പിടിക്കുന്നു എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഹദീസിനെ വിശദീകരിക്കാൻ. അള്ളാഹിന്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ സുബ്ഹ് നമസ്കരിക്കണമെന്ന് സാരം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ചു മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ആരാണോ ആ രണ്ട് ബർദൈനികൾ, രണ്ട് തണുപ്പുള്ള സമയത്ത് അല്ലെങ്കിൽ ആ രണ്ട് പ്രയാസങ്ങളുള്ള സമയത്ത് നമസ്കരിക്കുന്നത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. ഏതാണ് നമസ്കാരങ്ങൾ? ഒന്ന് അസ്റും ഒന്ന് സുബ്ഹുമാണ്. നമസ്കാരങ്ങൾക്ക് അതിന് ജമാഅത്തിനും ഒക്കെ ഏറെ പ്രാധാന്യമുണ്ട് എന്ന്. പലപ്പോഴും അസ്ർ ജമാഅത്ത് നമുക്ക് അലസമായി പോകാറുണ്ട്. നമ്മൾ പല തിരക്കുകളിൽ പെട്ട്, അല്ലെങ്കിൽ ജോലിഭാരം പ്രയാസമായി തോന്നി, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ജോലി കഴിഞ്ഞ് വിശ്രമവേളയിലെ അല്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം, ഇപ്പോഴൊക്കെ നമുക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, പക്ഷെ പള്ളി അടുത്തുണ്ടാവും, പക്ഷെ അത് നമുക്ക് നമസ്കരിക്കാൻ തോന്നില്ല. കുറച്ചുകൂടെ കഴിയട്ടെ, ഒരല്പം കൂടെ കഴിയട്ടെ, അങ്ങനെ പിന്തിപ്പിച്ച് വെച്ച് ഏകദേശം മഗ്‌രിബിനോടടുത്തായിരിക്കും പല ആളുകളും അസ്ർ നമസ്കരിക്കും. സുബ്ഹ് അതുപോലെ തന്നെ, കുറച്ചുകൂടെ ഉറങ്ങാം, അല്പം കൂടെ കഴിയട്ടെ, അങ്ങനെ വഖത്ത് കഴിയും. 1 മിനിറ്റ് ആയിരിക്കുന്നത് നമ്മൾ ലേറ്റാണ്, പക്ഷെ ആ 1 മിനിറ്റിൽ ആര് സന്തോഷിക്കുന്നുണ്ട്? പിശാച് സന്തോഷിക്കുന്നുണ്ട്. ശൈത്വാന് ഇഷ്ടമാണ് എന്ത്? ആ ഒരു മനുഷ്യൻ അള്ളാഹിന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവനെ ശല്യപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ഏറെ ആഗ്രഹിച്ച് ചെയ്യേണ്ട കർമ്മം തന്നെയാണ് സുബ്ഹിന്റെ ജമാഅത്ത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. മാത്രമല്ല അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു മനുഷ്യന് മുക്തി ലഭിക്കുന്ന എന്ന പ്രയോഗം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് അത്ഭുതപ്പെടുത്തും നമ്മൾ. സൂര്യ ഉദയത്തിന്റെയും സൂര്യ അസ്തമയത്തിന്റെയും മുമ്പുള്ള നമസ്കാരങ്ങൾ ഏതൊരുവനാണോ നിർവഹിച്ചു പോരുന്നത്, അവൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അത്രയും ദൂരമുള്ള എന്നാണ്, ഒരിക്കലും പ്രവേശിക്കൂല എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ തൗഫീഖുള്ള ആളിനെ അങ്ങനെ നിസ്കാരം കിട്ടുള്ളൂ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഏറെ ആഗ്രഹിച്ച് ഇഷ്ടത്തോടുകൂടി ഈ ഒരു നിമിഷം മുതൽ നമ്മൾ നിയ്യത്താക്കണം, ശക്തമായ നിയ്യത്ത് വെക്കണം. പല പ്രയാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ജനാബത്ത് കുളിക്കേണ്ടി വരും. അതിൽ നിന്നെല്ലാം മുക്തമായി, അല്ലെ ജനാബത്ത് കഴിഞ്ഞാൽ ഉടനെ നീ കുളിക്കാം. അല്ലാഹു റസൂലൊക്കെ അങ്ങനെയായി. അതിന്റെ പേരിൽ ഭാര്യ-ഭർത്തൃ ബന്ധം ഉപേക്ഷിക്കാൻ പഠിപ്പിച്ചിട്ടില്ല, ദീനിൽ പഠിപ്പിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം, പക്ഷേ ആ ജമാഅത്തിലെത്താൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ത്യാഗം സഹിക്കേണ്ടി വരും. നമ്മളൊരു ടൂർ പോകുകയാണെങ്കിൽ, ഒരു യാത്ര പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സോ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുന്നേക്കും അലാറം വെച്ച്. അത് ദുനിയാവിന്റെ ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമസ്കാരത്തിന്റെ വിഷയങ്ങളിൽ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അലസരാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുബ്ഹ് ജമാഅത്തിനെ നമ്മൾ അത്ര കണ്ട് ഇഷ്ടപ്പെട്ട് അതിനുവേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല സുബ്ഹ് നമസ്കരിച്ചവൻ കതബലഹു, അവനെ എഴുതപ്പെടുമെന്ന് ഖിയാമ ലൈലത്തിൻ, ലൈലത്ത് രാത്രിയിൽ നമുക്ക് നമസ്കരിച്ചവനെ പോലെ, രാത്രി നമസ്കാരം നിർവഹിച്ചവനെ പോലെ എണ്ണപ്പെടുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ സല്ലൽ ഇശാ ഫി ജമാഅത്തിൻ, ഏതൊരുവനാണോ ഇശാഇന്റെ ജമാഅത്ത് അതിൽ നിർവഹിക്കുന്നത്, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈല, അവൻ രാത്രിയിലെ പകൽ നമസ്കരിച്ചവനെ പോലെയാണ്. അവൻ സല്ല സുബ്ഹ ഫി ജമാഅത്തിൻ, ഏതൊരുവനാണോ സുബ്ഹിനെ ജമാഅത്തായി നമസ്കരിക്കുന്നത്, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, അവൻ രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, അത്ര വലിയ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഗൗരവത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത്രയും ഒരു ത്യാഗം സഹിച്ചായിരിക്കും മനുഷ്യന്മാര് ഈ 2 നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് എന്നതുകൊണ്ട് തന്നെ. അല്ലെ, രാത്രി മുഴുവൻ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഏറെ പ്രയാസമുള്ള ഘട്ടത്തിലും രാത്രി ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും.
അതുപോലെ പ്രതിഫലം കിട്ടുന്ന ഒന്നായിട്ട് സുബ്ഹി ജമാഅത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രതിഫലമായി അതേ പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുക. മാത്രമല്ല ഇന്ന അഹ്ലൽ ഫജ്രി വഅദ്ദഹുല്ലാഹു തആല ബിഅൻ യറൗഹു അയ്യാനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിൽ കാണുവാനുള്ള തൗഫീഖ് സുബ്ഹ് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കുണ്ടാവും. അമാ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ, എപ്രകാരമാണ് നിങ്ങൾ പൂർണ്ണ ചന്ദ്രനെ, എപ്രകാരമാണ് നിങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത്, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ലാ തലാമൂന ഫീ റുഅയതിഹി, ഒരു സംശയവും കൂടാതെ അല്ലാഹുവിന്റെ വജ്ഹിനെ, അല്ലാഹുവിന്റെ മുഖത്തെ ഒരു മനുഷ്യന് കാണാൻ കഴിയുമെന്ന്. ഫൈൻ ഇസ്തതഅതും അല്ലാ തുഗ്ലിബു അലാ സ്വലാത്തി ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ, നിങ്ങൾ അസ്ർ നമസ്കാരവും സുബ്ഹ് നമസ്കാരവും കൃത്യമായി അതിനെ നിർവഹിക്കുകയാണ് എങ്കിൽ ഫഫ്അലു, നിങ്ങൾ അങ്ങനെ ചെയ്യണം. വസബ്ബിഹ്, വിശുദ്ധ ഖുർആനിലെ ആയത്ത് പ്രവാചകൻ ഓതി വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബല തുലൂഇ ശംസി വ ഖബല ഗുറൂബിഹാ എന്ന വചനം അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പാരായണം ചെയ്തു. അപ്പോൾ സംശയിക്കാത്ത നിലയിൽ റബ്ബിനെ കാണാനുള്ള തൗഫീഖും സുബ്ഹ് നമസ്കരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കദാലിക തറൗന അല്ലാഹ അസ്സ വജല്ല, സൂര്യനെ ചന്ദ്രനെ എപ്രകാരം കാണുന്നു അതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന്. അത് വലിയൊരു തൗഫീഖ് തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. അതായത് ജോലി കഴിയട്ടെ, ഈ ഒരു കാര്യം കൂടെ കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെ നമസ്കാരങ്ങളെ പിന്തിപ്പിച്ച് ആ വഖത്ത് കഴിഞ്ഞ് നമസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് കഴിയുന്ന അവസ്ഥയിലേക്ക് പാടില്ല. എത്ര വലിയ തിരക്കാണെങ്കിൽ, അത് എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ, അതിൽ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളിലും ഒരു ജമാഅത്ത് നടക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഓടി വന്ന് പള്ളിയിലേക്ക് നമ്മുടെ ബിസിനസ്, നമ്മൾ മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും നമ്മുടെ മുന്നിൽ. പക്ഷേ ആ സുബ്ഹിന്റെ ജമാഅത്തും അസ്റിന്റെ ജമാഅത്തും തുടങ്ങി ഏത് ഫർദ് നമസ്കാരങ്ങളാകട്ടെ, അതിലെല്ലാം ഞാൻ നിങ്ങൾ ഓടിയെത്തി വന്ന് പള്ളിയിലേക്ക് കയറി വന്ന് നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരണമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ അള്ളാന്റെ അടുക്കൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് നാളെ വേറൊന്നും ബോധിപ്പിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് നിസ്കരിച്ചില്ല എന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അൽ അംനു മിനൻ നിഫാഖ്, സുബ്ഹ് നമസ്കരിക്കുന്ന ആളിന് കാപട്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്തി നൽകും. കപടം എന്ന് പറഞ്ഞാൽ ആ മുനാഫിക്കായ ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ അയാൾ രക്ഷപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്നിടത്ത് അയാൾക്ക് സുബ്ഹി നമസ്കാരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അയാൾ നിഫാഖിന്റെ അടയാളം പൂർണ്ണമായും കുറഞ്ഞുവെന്ന്, അല്ലെ ഒരാൾ മുനാഫിക്കല്ല എന്ന് ഉറപ്പിക്കുന്ന ഒരവസ്ഥയാണ് സുബ്ഹി ജമാഅത്തിൽ പങ്കെടുക്കുക എന്നത്. അങ്ങനെ തന്നെ നമ്മൾ കാണണം. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഇന്ന അസ്കല സ്വലാത്തുൻ അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. റസൂലുള്ളാഹി പറയാൻ, ഒരു മുനാഫിക്കിനെ സംബന്ധിച്ച്, ഒരു കപടനെ സംബന്ധിച്ച് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ വീഴുന്ന ആ മനുഷ്യനെ സംബന്ധിച്ച്, മുനാഫിക്കിനെ സംബന്ധിച്ച് ഏറ്റവും അസ്കലായ, ഏറ്റവും ഭാരം കൂടിയ കാര്യമാണ് സുബ്ഹി നമസ്കരിക്കാൻ പള്ളിയിലെത്തുക എന്നതും ഇശാഇന്റെ സമയത്ത് പള്ളിയിലെത്തുക എന്നത്. റസൂലുള്ളാഹി വലൗ യഅലമൂന മാ ഫീഹിമാ, സുബ്ഹിനെ സംബന്ധിച്ചും ഇശാഇനെ സംബന്ധിച്ചും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ വലൗ ഹബുവ, അവൻ ഇഴഞ്ഞിട്ടായാലും മുട്ടിൽ നിരങ്ങിയിട്ടായാലും ആ മനുഷ്യൻ പള്ളിയിലെത്താൻ വേണ്ടി പരിശ്രമിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു. അതുകൊണ്ട് നമ്മൾ അത്ര കണ്ട് ഗൗരവത്തിൽ കാണണം. അത്ര കണ്ട് ഇഴഞ്ഞിട്ടായാലും ഒരു മനുഷ്യൻ പള്ളിയിൽ വരുമെങ്കിൽ അതിന് ഗൗരവം അത്രയുണ്ട് എന്ന് പഠിപ്പിക്കാൻ അവിടെ. അപ്പൊ നമസ്കാരത്തിൽ സുബ്ഹ് ഇശാ ജമാഅത്തുകളിൽ അത് പിന്തി വരുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുക എന്ന് പറയുന്ന അവസ്ഥയും അതുപോലെ വീട്ടിൽ നിസ്കരിക്കുക എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയും ഒന്നും നമുക്ക് വരാൻ പാടില്ല. മാക്സിമം നമ്മുടെ പള്ളികളിലേക്ക് വന്ന് നിസ്കരിക്കാനുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഒരുങ്ങി വരണമെന്നാണ്. സഹാബത്തിനെ സംബന്ധിച്ച് അവർ പറയുമായിരുന്നു, അല്ലെ, സുബ്ഹി ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ കുറിച്ച് ഞങ്ങൾ മോശമായി വിചാരിച്ചിരുന്നു, അവരെ കുറിച്ച് മോശമായ ചിന്ത ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുമായിരുന്നു. സുബ്ഹി നമസ്കാരത്തിൽ ഇന്നയാൾ പള്ളിയിലെത്തിയിട്ടില്ലെങ്കിൽ ആ സ്വഹാബത്ത് വിചാരിക്കും അവര് ഒരു നിഫാഖുണ്ടോ അല്ലെങ്കിൽ കാപട്യമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്വഹാബത്ത് ഉണ്ടായിരുന്നു. മോശമായി ഞങ്ങൾ കരുതുമായിരുന്നു എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധയോടുകൂടി നമസ്കാരത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കും. ഒരു മനുഷ്യൻ ഫജ്ർ നമസ്കാരത്തിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യരുടെ ഏറ്റവും ത്വയ്യിബായവനാണ്, ഏറ്റവും നല്ലവനാണ്. അവന്റെ ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാകുമെന്നാണ്. അവന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വർഷിക്കുമെന്നാണ്.
അതുകൊണ്ട് നിഅമത്തുള്ള ഒരു ഹൃദയമുള്ള, ഉന്മേഷമുള്ള ഒരു ശരീരമുള്ള നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി നമ്മൾ മാറണമെങ്കിൽ സുബ്ഹിയിലെ ജമാഅത്തുകളിൽ സുബ്ഹിന്റെ നമസ്കാരത്തിൽ നമ്മൾ സൂക്ഷ്മത പുലർത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലൂടെയും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വചനങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കുക. സുബ്ഹി ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുക. ഇശാഇന്റെ ജമാഅത്തുകൾ മുടങ്ങാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അസ്ർ ജമാഅത്ത് അതുപോലെ ബാക്കി എല്ലാ ഫർദ് നമസ്കാരങ്ങളെയും ശ്രദ്ധ ബാക്കിയെല്ലാം മാറ്റിവെച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾ പങ്കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ ഉയർന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഉസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യുഅഖദു ശൈത്വാനു അലാ കാഫിഹി റഅസ് അഹദിക്കും. ശൈത്വാൻ, പിശാച് നിങ്ങളുടെ തലയുടെ പിരടിയിൽ കെട്ടുകളിടുമെന്ന്. ഇദാ ഹുവ നാമ സലാസ ഉഖുദ്, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ 3 കെട്ടുകൾ നിങ്ങളുടെ പിരടിയിലേക്ക് കെട്ടുമെന്ന്. മക്കാനൻ കുല്ല ഉഖദതൻ, ഓരോ സമയത്തും കെട്ടുന്ന സമയങ്ങളിലെല്ലാം അലൈകലൈല തുബീലുൻ, നിനക്ക് ധാരാളം സമയമുണ്ട് എന്നവൻ പറയും. ഫറഖുദ്, നീ ഉറങ്ങിക്കോ, നീ എഴുന്നേക്കണ്ട, നിനക്ക് നല്ല ക്ഷീണമുണ്ട് എന്നിങ്ങനെ ബോധ്യപ്പെടുത്തി നിന്നെ ഉറക്കുന്ന അവസ്ഥയിലേക്ക് 3 കെട്ടുകൾ അവൻ ഇടുമെന്ന്. ഫൈനിസ്തൈഖള, ഇനി നീ ഉണർന്നാൽ നീ ഉടനെ ചെയ്യേണ്ടത്, നിനക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കിട്ടി കഴിഞ്ഞാൽ ഫദക്കറല്ലാഹ, നീ അല്ലാഹുവിനെ സ്മരിക്കണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും. ഇൻഹല്ലതു ഉഖദതൻ, അങ്ങനെ നിന്റെ കെട്ടഴിയും. ഫൈൻ തവല്ലഅ, നീ വുളൂ ചെയ്താൽ ഇൻഹല്ലതു ഉഖദതൻ, അടുത്ത കെട്ടഴിയും. ഫൈൻ സല്ല, നീ സുബ്ഹി നമസ്കാരം നിർവഹിച്ചാൽ ഇൻഹല്ലതു ഉഖദത കുല്ലഹാ, എല്ലാ കെട്ടുകളും നിന്നിൽ നിന്ന് അഴിഞ്ഞു പോകും. ഫാസ്ബഹ നശീതൻ, അങ്ങനെ നീ ഒരു ഉന്മേഷവാനായി സുബ്ഹി നമസ്കരിക്കുന്നവനാകും. ത്വയ്യിബുൻ നഫ്സ്, നീ ഏറ്റവും നല്ല മനുഷ്യനായി തീരും. വഇല്ല അസ്ബഹ, നിനക്ക് സുബ്ഹി കിട്ടിയിട്ടില്ല എങ്കിൽ, നിനക്ക് സുബ്ഹി നമസ്കരിക്കാനുള്ള തൗഫീഖ് കിട്ടിയിട്ടില്ല എങ്കിൽ, ഖബീസുൻ നഫ്സ്, നീ മോശപ്പെട്ട ആത്മാവ്, നീ മോശപ്പെട്ടവനാണ്. മാത്രമല്ല കസ്ലാനും, നീ ഒരു മടിയനുമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുബ്ഹിന്റെ ജമാഅത്ത് നമ്മുടെ അവസാന ഉറക്കമാണ് എന്ന് കരുതി നമ്മൾ ഉറങ്ങുകയും അടുത്ത ഒരു സുബ്ഹിയിലേക്ക് എഴുന്നേൽക്കാൻ കിട്ടുന്ന ഒരവസരം, ആ അവസരത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തി ഇന്ന് ഞാൻ സുബ്ഹി നമസ്കരിച്ചാണ് പ്രഭാതം പുലർന്നത് എന്ന് ഉറപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ അള്ളാഹ് എനിക്ക് തൗഫീഖ് നൽകി എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ചയിലെ സുബ്ഹി കിട്ടിയവർ, അങ്ങനെ തുടങ്ങി ഏതൊരു ദിവസത്തിന്റെയും സുബ്ഹി കിട്ടുന്നവർ മഹാഭാഗ്യവാന്മാരായിട്ടാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തുകളിൽ പങ്കെടുക്കുക, അതുപോലെ സുബ്ഹി നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുക. കുടുംബത്തോടെ നമുക്ക് സ്വർഗത്തിലെത്തണം. നമ്മുടെ കുടുംബവും ഒന്നിച്ച് സുബ്ഹി നമസ്കരിക്കുന്ന, അവരെയും വിളിച്ചുണർത്തി സുബ്ഹിന് വേണ്ടി തയ്യാറാക്കി നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ, ആ ഒരു ഊർജ്ജസ്വലതയിലേക്ക് നമ്മുടെ കുടുംബത്തോടു കൂടി ഉണർന്നു വരണമെന്നാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹു നൽകുന്ന വലിയ ഒരു തൗഫീഖിന്റെ ഉടമകളായി, ആ മഹാ സൗഭാഗ്യവാന്മാരായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെയും മാറ്റിത്തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് മുക്തി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഈ ഇസ്ലാമിന് ഇസ്സത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.